LDF കൺവീനർ EP ജയരാജന് വിനയായത് ദല്ലാൽ നന്ദകുമാറുമായുള്ള സാമ്പത്തിക ഇടപാട്. വർഷങ്ങളായി ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തി വരികയാണ്. കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടും ദല്ലാളിന്റെ സഹായം ഉണ്ടായിരുന്നു. ദല്ലാൽ നന്ദകുമാർ മുഖേനയാണ് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ കണ്ണൂരിലെ റിസോർട്ടുമായുള്ള ഇടപാടിൽ ബന്ധിപ്പിച്ചത്. ഈ ബന്ധം ഉപയോഗിച്ചാണ് മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറിനെ കൊണ്ട് EP ജയരാജൻ്റെ മകൻ്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ലാറ്റിലേക്ക് പോയത്. തൃശൂർ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു ജാവദേക്കറുടെ ലക്ഷ്യം. ഇക്കാര്യം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുകയും ചെയ്തു. ഘടകകക്ഷിയായ CPIക്കാണ് തൃശൂർ ലോക്സഭാ സീറ്റ് നൽകിയിരിക്കുന്നത്. LDF കൺവീനർ എന്ന നിലയിൽ CPIയുമായി സംസാരിച്ച് ഇക്കാര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ജാവദേക്കറുടെ ലക്ഷ്യം. എന്നാൽ CPIയുടെ കയ്യിലിരിക്കുന്ന സീറ്റിൽ തനിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന് EP മറുപടി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് രാഷ്ട്രീയ ചർച്ചകൾ അവസാനിപ്പിച്ച് ദല്ലാൽ നന്ദകുമാറും പ്രകാശ് ജാവദേക്കറും ഫ്ളാറ്റിൽ നിന്നും മടങ്ങി. BJP നേതാവും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രനുമായും നന്ദകുമാറിന് ഇടപാടുകൾ ഉണ്ടായതാണ് സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഇടപാടിനായി നന്ദകുമാർ 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് നൽകിയതായി പറയുന്നത്. ഈ ഡീൽ നടക്കുന്ന സമയത്തായിരുന്നു EP ജയരാജനും ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നന്ദകുമാർ EP-യുമായി ശോഭാ സുരേന്ദ്രനെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ജാവദേക്കറുമായി നടത്തിയ ചർച്ചയും നന്ദകുമാർ സൂചിപ്പിച്ചു. ശോഭ EP-യെ BJPയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെന്ന് EP മറുപടി നൽകിയതായാണ് വിവരം. നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ താൻ പാർട്ടി വിട്ടാൽ അത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നായിരുന്നു EP-യുടെ മറുപടി. കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണശേഷം CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുമെന്ന് EP ജയരാജൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം മന്ത്രിയായിരുന്ന MV ഗോവിന്ദനെ രാജിവയ്പ്പിച്ച് പാർട്ടി സെക്രട്ടറി ആക്കുകയായിരുന്നു. അതിൽ EP-ക്ക് അമർഷവുമുണ്ടായി. ഇക്കാര്യം ദല്ലാൽ നന്ദകുമാറിനും നന്നായി അറിയാമായിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് EP-യെ BJPയിലെത്തിക്കാൻ നന്ദകുമാർ കരുക്കൾ നീക്കിയത്. ജാവദേക്കറുമായും ശോഭാ സുരേന്ദ്രനുമായും നടന്ന ചർച്ച EP ജയരാജൻ രഹസ്യമായി തന്നെ വയ്ക്കുകയായിരുന്നു. ഇതിനിടെ AK ആൻ്റണിയുടെ മകനും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയുമായ അനിൽ ആൻ്റണി തന്നിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണവുമായി നന്ദകുമാർ രംഗത്തെത്തുകയായിരുന്നു. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായാണ് ഈ തുക വാങ്ങിയതെന്നായിരുന്നു നന്ദകുമാറിൻ്റെ ആരോപണം. മാത്രമല്ല, തൻ്റെ കയ്യിൽ നിന്നും 1 വർഷം മുമ്പ് ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്നും പണം ഇതുവരെ തിരികെ നൽകിയില്ലെന്നും നന്ദകുമാർ തെളിവ് സഹിതം പറഞ്ഞിരുന്നു. ഇതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. CPMലെ പിണറായി വിജയനോളം പ്രാധാന്യമുള്ള ഒരാൾ BJPയിലേക്ക് ചേരാൻ ചർച്ചകൾ നടത്തിയെന്നും 90% അദ്ദേഹം സമ്മതം അറിയിച്ചെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നത്. ഇതോടെ CPM കടുത്ത പ്രതിരോധത്തിലായി. EP-യുമായുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ പിൻബലത്തിലായിരുന്നു നന്ദകുമാർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്. എല്ലാം രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം ഒടുവിൽ പരസ്യമാവുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച EP മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തു. ഇതാണ് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യാനാണ് തീരുമാനം. EP-യെ മാറ്റി നിർത്താനാണ് തീരുമാനമെന്ന് CPMലെ മുതിർന്ന നേതാവ് കലാകൗമുദിയോട് പറഞ്ഞു. നേരത്തെയും EP-യുടെ ഭാഗത്തു നിന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെറിയ താക്കീതിൽ മാത്രം ഒതുക്കുകയായിരുന്നു. എന്നാലിത് അങ്ങനെയല്ലെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതെന്നും മുതിർന്ന നേതാവ് പറഞ്ഞു. LDF കൺവീനറും CPM PB അംഗവുമാണ് EP ജയരാജൻ. ഇത്തരമൊരു ചർച്ച നടന്ന വിവരം പാർട്ടിയിലെങ്കിലും അറിയിക്കേണ്ടതായിരുന്നുവെന്നും മുതിർന്ന നേതാവ് കലാകൗമുദിയോട് വ്യക്തമാക്കി.